ഹലോ സുന്ദരീസ്, എല്ലാവരും അലട്ടുന്നൊരു പ്രശ്നമാണല്ലേ ഫേഷ്യൽ ഹെയർസ്. എനിക്കുണ്ട് കേട്ടോ ഒരുപാട് ഫേഷ്യൽ ഹെയർസ്. ഞാൻ യൂഷ്വലി അതൊരു 2 വീക്സ് കൂടുമ്പോൾ റിമൂവ് ചെയ്യാറാണുള്ളത്. അപ്പോൾ ഇന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാന്ന്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 5 മിസ്റ്റേക്കാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്പർ 1, ഒരിക്കലും ഡ്രൈ ആയിട്ട് ഷേവ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു സ്ട്രോങ് ആയിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഷേവ് ചെയ്യാൻ പാടുള്ളൂ. ഇൻ കേസ് മോയ്സ്ചറൈസർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആൽവവേറ ജെല്ലെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ല രീതിയിൽ ഡാമേജ് ആവാനും അതുപോലെ തന്നെ സ്കിന്ന് മുറിയാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ റിസ്ക് എടുക്കേണ്ട, നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഫേസ് ഷേവ് ചെയ്യുക. ഇതുപോലൊരു ഫേഷ്യൽ റേസർ നമുക്ക് എല്ലാ ഫാൻസി സ്റ്റോറിലും ഒക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. ഇൻ കേസ് അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് ടൈം ഉള്ളപ്പോൾ മാത്രം ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ ചെറിയ പോർഷനായിട്ട്, നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ചെറിയ ചെറിയ പോർഷനായിട്ട് വളരെ സ്ലോ ആയിട്ട് ഷേവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്പർ 3, ബ്ലേഡ് എപ്പോഴും ഒരു 45 ഡിഗ്രി ആംഗിളിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് സ്കിന്ന് മുറിയാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വളരെ സ്ലോ ആയിട്ട് തന്നെ ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ഷേവ് ചെയ്യുന്ന ടൈമിൽ ഓപ്പോസിറ്റ് സൈഡിൽ സ്കിൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുവാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് രോമം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഐബ്രോസിൻ്റെ ഏരിയ ഒക്കെ ചെയ്യുമ്പോൾ നല്ല സ്ലോ ആയിട്ട് നല്ലോണം നോക്കിയിട്ട് തന്നെ ചെയ്യാം. ഐബ്രോസ് ഷേപ്പ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് എക്സ്ട്രാസ് മാത്രം അത് റിമൂവ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആകുമ്പോൾ മാത്രം കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് പോയാൽ മതി. അതുപോലെ തന്നെ ഷേവ് ചെയ്ത് റിമൂവ് ചെയ്ത് ഇത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ഒരു തുണി എടുത്ത് വെച്ചിരിക്കുക. അതുപോലെ സ്കിൻ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഷേവ് ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് മുറിയാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഗ്ലൈഡ് ചെയ്യുമ്പോൾ 3 ടൈംസ് ഒരേ സ്ഥലത്തിൽ 3 ടൈംസിൽ കൂടുതൽ ഗ്ലൈഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓവർ പ്രഷർ കൊടുക്കുക വേണ്ട, ജസ്റ്റ് നോർമൽ പ്രഷർ കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇത് ഷേവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ഒരു പോർഷനിൽ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്ര പ്രഷർ കൊടുക്കണം എന്നുള്ളത്. വളരെ ലൈറ്റായിട്ട് ടച്ച് ചെയ്യാൻ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഓവർ പ്രഷർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, ഇഫ് യു ഹാവ് ആക്റ്റീവ് ആക്നെ ആ ഭാഗത്തേക്ക് റേസർ കൊണ്ടുപോവുകയോ ചെയ്യരുത്. അത് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടി കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഈ മുഖത്ത് കാണുന്ന ഈ ബ്ലാക്ക് സ്പോട്ട്സ് ഇല്ലേ, അതൊക്കെ സ്കിൻ ടാഗ്സ് ആണ്. അതൊക്കെ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ റിമൂവ് ചെയ്യേണ്ട പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്കിന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 ഡേയ്സിലേക്ക് ഒരിക്കലും എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് കൂടുതലായിട്ട് ഡാമേജ് ആവാൻ വേണ്ടി കാരണവും. അതുപോലെ തന്നെ ഒരു 3 to 4 അവേഴ്സ് മേക്കപ്പോ അതുപോലെ തന്നെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള സിറംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇത് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടി കാരണമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നല്ല ടൈം ഉള്ളപ്പോൾ ഒന്നെങ്കിൽ രാത്രിയോ അല്ലെങ്കിൽ മേക്കപ്പോ അല്ലെങ്കിൽ പുറത്ത് പോകാനൊന്നും സാധ്യതയില്ലാത്ത ടൈം നോക്കി തന്നെ ഫേഷ്യൽ റേസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ മുഖം ക്ലീൻ ചെയ്തിട്ട് ഒരു ലൈറ്റായിട്ടൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഇത് സ്കിന്ന് കുറച്ചുകൂടെ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഏരിയ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ബ്ലേഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ ഈസി ആയിട്ട് മുറിയുന്നൊരു ബ്ലേഡ് അല്ല കേട്ടോ. അതിനൊരു സിക്സാക് പാറ്റേൺ ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര ഈസി ആയിട്ട് മുറിയുന്നൊരു പാറ്റേൺ അല്ല. പക്ഷേ എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. ഞാനൊരു ഡെൻറ്റൽ സർജൻ ആണ്. അപ്പോൾ ചാനൽ ഒരുപാട് ഡെൻറ്റൽ റിലേറ്റഡും അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബ്യൂട്ടി ടിപ്സും മേക്കപ്പ് വീഡിയോസും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കയറി ഒന്ന് നോക്കാം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് തീർച്ചയായിട്ടും സബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഒത്തിരി ഫേഷ്യൽ ഹെയർ ഉള്ള ഒരു ഫ്രണ്ടിന് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഷെയറിങ് ഈസ് കെയറിങ് എന്നാണല്ലോ. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ സബ് ചെയ്യാൻ മറക്കണ്ട. സബ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.